ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്തായാലും പറയാറുണ്ട് ടീമേറ്റ്സിൽ ചേരുന്നതാണ് നല്ലത് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് വന്നു, ഇതെനിക്ക് കിട്ടും, അങ്ങനെ ഇങ്ങനെ ഇത് ചെയ്യണ്ട, ഇനി ചെയ്ത് പഠിക്കണ്ടെന്ന് വെച്ചു. പക്ഷെ ഇന്റർവ്യൂവിന്റെ കോൾ ലെറ്റർ വന്നപ്പോ ഞാനൊന്ന് ഞെട്ടി. പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു, പക്ഷെ കരഞ്ഞൊന്നുമില്ല, എന്നാലും ഭയങ്കര സന്തോഷമായിരുന്നു. എന്റെ പേര് അനഘ, ഞാൻ കാസർഗോഡ് നിന്നാണ് വരുന്നത്. ഇവിടെ CKG മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ നിന്ന് MSc മാത്തമാറ്റിക്സ് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് നിന്നപ്പോഴാണ് ബാങ്ക് കോച്ചിങ് എടുക്കാന്ന് തീരുമാനിച്ചത്. എന്താ വെച്ചാൽ ഹയർ സ്റ്റഡീസിന് പോകാൻ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്തു, അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കിട്ടി. ആരും പറഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് കിട്ടി, ഞാൻ അവിടെ പോയി ചേർന്നു. ചേർന്നപ്പം 2022 ഒക്ടോബർ ആ ബാച്ചിലാണ് ഞാൻ ചേർന്നത്. അപ്പം അറിയുന്ന ആരും ഇല്ലായിരുന്നു, ഞാൻ തന്നെ ഒറ്റയ്ക്ക് വന്നു, ഒറ്റയ്ക്ക് ഹോസ്റ്റൽ കണ്ടുപിടിച്ചു, ഇവിടെ ചേർന്നു. പിന്നെ ക്ലാസ് കഴിഞ്ഞപ്പം ഒരു 2023 സീസൺ മൊത്തം എഴുതാൻ പറ്റി, പ്രിലിംസ് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റി. വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല പ്രിലിംസ് കയറാൻ വേണ്ടിയിട്ട്. അപ്പം ആ സീസൺ മൊത്തം ക്ലിയർ ചെയ്തു. പക്ഷെ മെയിൻസിനെ പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഈവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നും പറഞ്ഞു തന്നില്ല, എനിക്കൊരു ഐഡിയ കിട്ടിയുമില്ല. അപ്പം അത് മെയിൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു. അപ്പം എല്ലാ എക്സാമും ഫെയിൽ ആയിക്കൊണ്ടിരുന്നു. അങ്ങനെ 2023 സീസൺ മൊത്തം തീർന്നു ചെയ്ത്. പിന്നെ അടുത്ത വർഷത്തെ എക്സാം വന്നു. ഞാൻ ഇവിടെ ഹോസ്റ്റലിൽ തന്നെ ആയിരുന്നു. വെക്കേറ്റ് ചെയ്യാന്നുള്ളൊരു കാര്യം ആലോചിച്ചിട്ടേ ഇല്ല. വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു. പഠിച്ചോ, കിട്ടുന്നവരെ പഠിച്ചോ എന്നുള്ളൊരു ഇത് തന്നെയാ പറഞ്ഞത്. അപ്പം 2024 സീസൺ ആണെങ്കിലും അതും ഇങ്ങനെ അറ്റൻഡ് ചെയ്തു. അപ്പം ആദ്യത്തെ എക്സാം RRB ആയിരുന്നു. അപ്പൊ RRB PO ചെയ്തു. മോക്ക് ചെയ്യുമ്പം അത്യാവശ്യം എല്ലാത്തിലും നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് വന്നു, ഇതെനിക്ക് കിട്ടും, അങ്ങനെ ഇങ്ങനെ അങ്ങനെ. അപ്പോഴും എനിക്കറിയില്ലായിരുന്നു അവിടെ നമ്മൾ ഈ മോക്ക് ചെയ്യുമ്പോൾ പെർസെന്റേജ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതാ നോക്കണ്ടേ എന്നുള്ളൊരു ഐഡിയ എനിക്കില്ലായിരുന്നു. ഞാൻ മാർക്ക് കാണുമ്പോൾ ഞാൻ വെച്ചു, ഓക്കെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫിന്റെ മാർക്ക് എനിക്കുണ്ട്, നല്ല മാർക്ക് ഉണ്ട്, കയറുമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് പറ്റിയ മണ്ടത്തരം എന്താ വെച്ചാ, ഇപ്പം ഞാൻ മോക്ക് ചെയ്യുമ്പോൾ എനിക്ക് റീസണിങ്ങിനൊക്കെ നല്ല മാർക്ക് കിട്ടും. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ എനിക്ക് എക്സാമിന് പോയാലും കിട്ടും, ഇത് ചെയ്യണ്ട, ഇനി ചെയ്ത് പഠിക്കണ്ടെന്ന് വെച്ചു. കുറെ നേരം കറണ്ട് അഫയേഴ്സിന് കളഞ്ഞു. കറണ്ട് അഫയേഴ്സ് വായിച്ചുകൊണ്ടിരുന്നു. അതായത് ഇപ്പം വേറൊരാൾക്ക് കിട്ടുന്നതിൽ ഒരു 2 പോയിന്റ് എനിക്ക് എക്സ്ട്രാ കറണ്ട് അഫയേഴ്സിന് കിട്ടുന്നില്ലൊരു ചിന്തയായിരുന്നു എനിക്ക്. അപ്പൊ ആരും പറഞ്ഞൊന്നുമില്ല, ഞാൻ അങ്ങനെ ഫുള്ള് ചെയ്തു. അപ്പൊ ആദ്യത്തെ എക്സാം RRB PO ആയിരുന്നു. ഞാൻ അത് ഉറപ്പിച്ചതായിരുന്നു കിട്ടും എന്ന് കഴിഞ്ഞ വർഷം. എക്സാമിന് പോയപ്പോൾ റീസണിങ് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഫുള്ള് ബ്ലാങ്ക് ആയിപ്പോയി. ആകെ ഞാൻ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് അങ്ങനത്തെ അത് മാത്രമാണ് ചെയ്തത്. എന്നിട്ട് അതിനുശേഷം അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ബാക്കിയുള്ള ഒരു സെക്ഷനും എനിക്ക് നേരെ ചെയ്യാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ ടെൻഷനായി. പിന്നെ മൊത്തം എന്നിട്ട് ഞാൻ കരഞ്ഞിട്ട് ഇറങ്ങിയേ. അത് കഴിഞ്ഞിട്ട് പിന്നെ RRB പോയി, SBI വന്നു, അങ്ങനെ ഓരോ എക്സാംസ് വന്നു. എല്ലാത്തിന്റെയും പ്രിലിംസ് കിട്ടുന്നുണ്ടായിരുന്നു. SBI PO ഒഴികെ ബാക്കി എല്ലാത്തിന്റെയും പ്രിലിംസ് കിട്ടിയായിരുന്നു, ഈവൻ ഇൻഷുറൻസ് പോലും. അപ്പം അതും ഇങ്ങനെ എഴുതി, പക്ഷെ കിട്ടിയില്ല. ഇപ്പം SBI കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു ഇത് കിട്ടുമായിരിക്കും, എക്സാം കുഴപ്പമില്ലായിരുന്നു തോന്നിയായിരുന്നു. പക്ഷെ റിസൾട്ട് വന്ന സമയത്ത് ഇല്ല. ഇല്ലാന്നല്ല, നല്ല വ്യത്യാസം. കട്ട് ഓഫും എന്റെ മാർക്കും തമ്മിൽ ഒരു 20 മാർക്കിന്റെ വ്യത്യാസം. അത് കണ്ടപ്പോ എനിക്ക് കുറച്ച് ടെൻഷനായി. എന്താ വെച്ചാൽ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം റിസർവ് ലിസ്റ്റ് കയറിപ്പോയ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു അവർക്ക് 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെയാ പോയെന്ന്. അപ്പൊ അവർക്ക് അതിന്റെ സങ്കടം, എല്ലാവർക്കും അവരവരുടെ സങ്കടമായിരിക്കും എന്തായാലും. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ അവർക്ക് 1 മാർക്കിനേ ഉള്ളൂ, അടുത്ത എക്സാമിന് അവർക്ക് വേഗം കയറി പോകാനുള്ള ഈസി ആയി. എനിക്ക് പക്ഷെ അങ്ങനെയല്ല, 20 മാർക്ക് ഞാനിപ്പോ എങ്ങനെ മേക്കപ്പ് ചെയ്യും എന്നുള്ളൊരു ടെൻഷനായിരുന്നു എനിക്ക്. അപ്പൊ ആ സമയത്താണെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. അപ്പം രാവിലെ പോവും. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുറക്കുന്ന സമയത്തേ ചില സമയത്ത് പോവായിരുന്നു. രാവിലെ പോവും, രാത്രി വരെ ഇരിക്കും. അവിടെ തന്നെ ഇരിക്കും. ഞാൻ എപ്പോഴും ഒരു കംഫർട്ട് സോണിൽ നിന്നിട്ടാ പഠിച്ചിരുന്നത്. അവിടെ ഇരിക്കും, പഠിക്കും അങ്ങനെ. പക്ഷെ അതായത് ഇപ്പം 2023 സീസൺ തീർന്നു, 2024 സീസൺ വന്നു. എന്നാലും എനിക്ക് വേണ്ടി ഞാൻ മെച്ചപ്പെട്ടതൊന്നും ചെയ്യുന്നെന്ന് എനിക്ക് തോന്നിയില്ല. സെയിം അതേ കാര്യം തന്നെ ചെയ്യുന്നു. അപ്പം റിസൾട്ട് ഉണ്ടാവണം എന്നില്ലല്ലോ. നമ്മൾ കൂടുതലായി എന്തെങ്കിലും അഡീഷണൽ ആയി ചെയ്താൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവൂ. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പം എന്റെ വീക്ക് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പൊ ഇംഗ്ലീഷിന് വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ല. അപ്പം ആ സമയത്ത് എനിക്ക് പ്രൈവറ്റ് ബാങ്ക്, കർണാടക ബാങ്കിന്റെ ഇത് PO പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റി. അപ്പൊ PG കൊണ്ടുണ്ടായ ആകെ ഗുണം എന്ന് പറയുന്നത് ഫെഡറലും കർണാടകയും എഴുതാൻ പറ്റി. അപ്പം ആ സമയത്ത് ഇവിടെ ടീംമേറ്റ്സ് ഫ്രീ കോച്ചിങ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് ഫ്രണ്ട്സ് വഴി ഇങ്ങനെ അറിഞ്ഞിട്ട് ഇവിടെ വന്നു. വന്നപ്പം ഇവിടുത്തെ ഇംഗ്ലീഷിന്റെ ഫാക്കൽറ്റി അജിത് സാർ ആയിരുന്നു ഇപ്പൊ ഇന്റർവ്യൂ സെക്ഷൻ ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പം സാറ് എനിക്ക് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒന്നുമായിട്ട് ഞാൻ അത്ര അറിയുന്ന ആളല്ല. അപ്പൊ ഞാൻ വന്നു, ഞാൻ നോക്കുമ്പോൾ കുറെ കുട്ടികളുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ തോന്നുന്നു എനിക്ക് IBPS ന്റെ IDBI ന്റെ ഒക്കെ വന്നേ. അപ്പം മിക്സ് ആയിരുന്നു ഇന്റർവ്യൂ. കുറെ കുട്ടികളുണ്ടായിരുന്നു.
വന്ന സമയത്ത് സാർ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വിളിച്ചു. അപ്പൊ ഞാൻ നോക്കുമ്പോ ഓരോരാൾ ഇംഗ്ലീഷ് പറയാ. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷൻ. ആൾക്കാരുടെ മുമ്പിന്ന് ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാ? അങ്ങനെ. എന്നിട്ട് ഞാൻ വന്നു. എന്നിട്ട് പറഞ്ഞു. പറഞ്ഞിട്ടാകുമ്പോ തന്നെ ഞാൻ സാറിനോട് പറഞ്ഞു, "എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര പേടിയാ. സ്റ്റേജ് ഫിയറും ഉണ്ട്. ഇങ്ങനെ കേറി നിന്ന് പറയാൻ വേണ്ടിയിട്ട് ഭയങ്കര പേടിയാന്നൊക്കെ" പറഞ്ഞു. അപ്പൊ സാർ എന്നോട് പറഞ്ഞു, "നീ ഇങ്ങോട്ട് പോര്. ഇംഗ്ലീഷാണ് പ്രശ്നമെങ്കിൽ നമുക്ക് ശരിയാക്കാം." അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് തോന്നി ഇവിടെ ലൈക്ക് ഇവിടെ വന്നപ്പോ എനിക്ക് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എനിക്ക് ഇഷ്ടായി. എന്താ വെച്ചാ കുട്ടികളോടൊക്കെ ഇവര് ഭയങ്കരായിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫീൽ എനിക്ക് തോന്നി. എന്താ വെച്ചാൽ മുന്നേ നിന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിലും അങ്ങനെയൊന്നുമില്ല. നമ്മള് പോയി പഠിക്കുന്നു. അവര് നമുക്ക് ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ തരുന്നു എന്നല്ലാണ്ട് നമ്മളെ കൂടുതൽ കെയർ ചെയ്യുന്നില്ലായിരുന്നു. ഇവിടെ വന്നപ്പോ ഇപ്പൊ നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുമ്പം ഇങ്ങനെ ടീച്ചേഴ്സ് നമ്മളെ പാമ്പർ ചെയ്യുന്ന പോലെ അങ്ങനെ കുട്ടികളെ ഇവര് കൊണ്ട് നടക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ ആലോചിച്ചു. മാറണോ? ഇവിടുത്തെ അഡ്വാൻസ് ബാച്ച് ചേരണോ എന്നൊക്കെ. പക്ഷെ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ എനിക്ക് മടിയായിരുന്നു. എന്താ ചെയ്യണ്ടേന്ന് ആലോചിച്ചിട്ട്. പിന്നെ കുറെ ആലോചിച്ചപ്പം പിന്നെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ചിത്തിര. അപ്പൊ അവള് പറഞ്ഞു നമുക്ക് രണ്ടാൾക്കും പോയി ചേരാം. അങ്ങനെ ഇവിടെ ചേരാന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ ഇവിടെ വന്നിട്ട് ചേർന്നു അഡ്വാൻസില്. അഡ്വാൻസിൽ ചേർന്നപ്പം ആദ്യം ഇങ്ങനെ കുറച്ച് ക്ലാസ്സസ് ഇങ്ങനെ കിട്ടി. ആഹ് ആദ്യം സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരുന്നു. എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഒരു അഴിച്ചു വിട്ട പോലെയുള്ള അറ്റ്മോസ്ഫിയർന്ന് ഇവിടെ വന്നിട്ട് ഇങ്ങനെ അവരത് ചെയ്യ്, ഇത് ചെയ്യ്, എഡിറ്റോറിയൽ ചെയ്യണം, പസിൽ ചെയ്യണം, ഇത്ര മാർക്കുണ്ടോ? ഈവൻ ക്ലാസ്സ്ന്ന് ഇപ്പം ഷാജി സാർ ചോദിക്കും, എത്ര മാർക്ക് കിട്ടിന്നൊക്കെ. അപ്പം എല്ലാരും മുമ്പ്ന്ന് ചോദിക്കും. അപ്പൊ ഒരു 40, 60 ആള് 80 ആളുടെ ക്ലാസ്സ്ന്ന് ഏഹ് ചിലപ്പം ചിലർക്ക് 40ല് 40 ആയിരിക്കും. ചിലർക്ക് 4 ആയിരിക്കും. അപ്പൊ നമ്മളിത് പറയുമ്പോ നമുക്കൊരു നാണക്കേട് ഉണ്ടാവുമല്ലോ. എനിക്ക് ഇത്ര മാർക്കേ ഉള്ളൂന്ന്. അപ്പൊ സാർ ഒച്ചത്തിൽ ചോദിക്കുകയും ചെയ്യും. എല്ലാരും കേൾക്കുകയും ചെയ്യും. അപ്പൊ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ പിന്നെ ഒരു ഉള്ളിലൊരു വാശി വരാൻ തുടങ്ങി. ഇപ്പം സാറ് ഇങ്ങനെ ഫസ്റ്റ് കിട്ടുന്നവർക്ക് ചോക്ലേറ്റ് കൊടുക്കും. ഓക്കെ ചോക്ലേറ്റ് നെക്സ്റ്റ് ടൈം എനിക്ക് വാങ്ങണം. അല്ലെങ്കില് എനിക്ക് ഇത്ര മാർക്ക് വാങ്ങണം. അങ്ങനെ ഒരു പ്രസ്റ്റീജിന്റെ ഇഷ്യൂ ആയി. എന്നിട്ട് അപ്പൊ പിന്നെ അതിന് വേണ്ടി പഠിക്കാൻ തുടങ്ങി. ഇപ്പൊ ഇവിടെ വന്നതിന് ആ സമയത്ത് ഇവര് സൂപ്പർ ബാച്ച് എന്ന് പറഞ്ഞിട്ടൊരു ബാച്ച് തുടങ്ങുന്നുണ്ട്. എക്സാം എഴുതിയിട്ട് ഇത്ര കട്ട് ഓഫ് ക്ലിയർ ആയാൽ ബാച്ചിലേക്ക് എടുക്കും എന്ന് പറഞ്ഞു. അപ്പൊ എഴുതിയിട്ട് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും ക്ലിയർ ആയി സൂപ്പർ ബാച്ചിലേക്ക് എടുത്തു. പിന്നെ അതിന്റെ ക്ലാസ് അപ്പം അഡ്വാൻസിനെക്കാളും കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയി. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. ഓക്കെ. ആദ്യം അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ റെഡിയായി. എല്ലാം സാർ പറയുന്ന പോലെ ചെയ്യും. ഞാൻ മോസ്റ്റ്ലി എല്ലാ ക്ലാസ്സും ഓഫ്‌ലൈൻ തന്നെ ചൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം വയ്യാത്തൊരു ദിവസം ഓൺലൈനിൽ എടുത്താൽ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പകുതി കേട്ടിട്ട് പിന്നെ എണീറ്റ് പോകും. ഓൺലൈൻ ബുദ്ധിമുട്ടാ. അപ്പം ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കൂല. അപ്പം എനിക്ക് തോന്നി ഞാൻ ഓഫ്‌ലൈൻ എടുക്കുന്ന തന്നെയാ ഭേദം. പിന്നെ ഇപ്പം ഇവിടെ വന്നിട്ടാണെങ്കിൽ ഇപ്പം സാർ ക്ലാസ്സിന്ന് മോക്ക് എടുപ്പിക്കും. അപ്പം നമുക്ക് ഈ എക്സാം ഹാളിൽ നിന്ന് കിട്ടുന്ന പ്രഷറിൽ തന്നെ ഇവിടുന്നും എഴുതാൻ പറ്റും. അപ്പൊ എനിക്ക് തോന്നി ഇംപ്രൂവ്മെന്റിന് അതന്നെയാ നല്ലത്. അപ്പം ഈവൻ എന്റെ ഫ്രണ്ട്സ് ഇപ്പൊ ലീവ് ആണെങ്കിൽ പോലും ഞാൻ മാക്സിമം വരാൻ നോക്കിയിട്ടുണ്ട് ക്ലാസ്സിന്. ഇപ്പം റീസണിങ്ങിന്റെ പറയുകയാണെങ്കില് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എനിക്ക് റീസണിങ് നല്ലയാണ്, ഇങ്ങനെ കിട്ടും അങ്ങനെ ഇങ്ങനെ. പക്ഷെ ഇവിടെ വന്നപ്പോ ഇവിടുത്തെ കുട്ടികളെ പെർഫോമൻസ് കണ്ടപ്പോഴാണ് നമ്മള് കുറേയും കൂടെ ബാക്കിലാന്ന് മനസ്സിലായത്. പിന്നെ ക്ലാസ്സിന്നും പിന്നെ ഇങ്ങനെ ഇവരുടെ ടീംമേറ്റ്സിന്റെ ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന മോക്കായാലും ഇപ്പൊ ആദ്യം ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്താ വെച്ചാ ഇപ്പം എനിക്ക് ഓൾറെഡി ബാക്കി സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. പോലി ബോർഡ് ആയാലും ടെക്സ്റ്റ് ബുക്ക് ആയാലും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതില് ചെയ്യുന്ന മോക്കിനെക്കാളും കുറച്ചും കൂടെ ലെവല് കൂടിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ എനിക്ക് മാർക്ക് കിട്ടുന്നതും കുറവായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ മിസ്റ്റേക്കാ. അപ്പൊ ഞാൻ എന്താക്കി വെച്ചാ ഇവിടുത്തെ ആപ്പിൽ ചെയ്യാണ്ടായി. നമുക്ക് മാർക്കാണല്ലോ വേണ്ടേ. പിന്നെ പിന്നെ ഇവിടെ സ്ട്രിക്റ്റ് പറഞ്ഞ സമയത്ത് ഞാൻ ഇവിടുത്തെ ആപ്പിൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ. പക്ഷെ അതെനിക്ക് കുറെ ഗുണം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ ടഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് എക്സാമിന് പോകുമ്പോൾ ഈസി ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു. പിന്നെ ഇംഗ്ലീഷ് ആയാലും എന്റെ കഴിഞ്ഞ വർഷത്തെ കുറെ എക്സാംസ് ടോട്ടൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്തിട്ട് ഇംഗ്ലീഷിന് സെക്ഷൻ പോയ എക്സാംസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ വർഷമൊക്കെ മോക്ക് എടുക്കുമ്പോൾ എനിക്ക് 4ഉം 5ഉം ഒക്കെ കിട്ടിയ സ്ഥാനത്ത് ഇപ്രാവശ്യം എനിക്ക് ആർആർബി പിഒക്ക് ഒരു 20 മാർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിന് നല്ല മാർക്കൊന്നും അല്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് 4ന്ന് 20ലേക്കുള്ളത് നല്ലൊരു മാർക്കാ. അപ്പം അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം മാത്സ് ആണെങ്കിലും ഞാനിപ്പം എംഎസ്സി മാത്സ് കഴിഞ്ഞ ഒരാളാ. അപ്പം എപ്പളും നമ്മളൊരു എക്സ്, വൈ അങ്ങനെ ആയിരിക്കും എല്ലാ ക്വസ്റ്റ്യനും അപ്രോച്ച് ചെയ്യുക. കുറച്ച് വളഞ്ഞ വഴിയില്. ഇപ്പൊ ഇവിടെ വന്ന സമയത്ത് ഇപ്പം ബാങ്ക് എക്സാമിന് എന്തായാലും നമുക്ക് ഏറ്റവും വേണ്ടത് സ്പീഡാ. അപ്പം സ്പീഡ് ഇതാക്കാൻ വേണ്ടി ഇപ്പൊ അനൂപ് സാർ ആയാലും കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എക്സും വൈകിട്ട് ചെയ്യരുത്, ഷോർട്ട് കട്ട്സ് ഉണ്ട്, അങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറെ വഴക്ക് കിട്ടിയിട്ടുണ്ട് ക്ലാസ്സിന്ന്. ഇപ്പൊ ബോർഡിൽ ചെയ്യിക്കാൻ വിളിക്കുക. ഷാഹിദ് സാർ ആണെങ്കിലും ബോർഡിൽ ചെയ്യിക്കാൻ വിളിക്കും. പേടിയാണെങ്കിലും പോയിട്ട് ചെയ്യുമായിരുന്നു. ചെയ്ത് അങ്ങനെ ഇമ്പ്രൂവ് ആയി. പിന്നെ ഇപ്പൊ നമ്മളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഒരു മെന്റൽ സ്ട്രെസ് ഉണ്ടാവും എല്ലാവർക്കും. ഇതൊരു ലൂപ്പ് പോലെയാ. ഇപ്പം ഒരു സീസൺ പോയി നമുക്ക് നിർത്താൻ തോന്നൂല. നിർത്തിയാ ഇപ്പന് നെക്സ്റ്റ് എന്താന്നുള്ളൊരു സാധനം വരും. അപ്പം ഇപ്പം ഒരു സെക്കൻഡ് സീസൺ കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചായിരുന്നു ഇനി പോണോ, നിർത്തിയിട്ട് വീട്ടിൽ പോണോ, അങ്ങനെ ഒരു തോട്ട് എനിക്കുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി ശരിക്കും ഇപ്പൊ നമുക്ക് നല്ലൊരു ഗ്യാങ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഓക്കെ ആയിരിക്കും. ഇപ്പൊ വീട്ടിൽ പോയാൽ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു മൂഡ് ഔട്ട് ആവുന്ന ടൈപ്പാ. അതായത് ഇപ്പൊ വീട്ടിലിപ്പം ഞാനും അമ്മയും അച്ഛനും അനിയത്തിയേ ഉള്ളൂ. ഞങ്ങള് ഒരു പരിധിക്കപ്പുറം എൻജോയ്മെന്റ് എന്തായാലും ഉണ്ടാവില്ലല്ലോ. പഠിക്കുക പിന്നെ എല്ലാരും ചോദിക്കും, എന്താ വെറുതെ വീട്ടിലിരിക്കുവാണോ അങ്ങനെ.
അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞു. അച്ഛൻ എതിര് പറഞ്ഞിട്ടുമില്ല. അത്യാവശ്യം ഹോസ്റ്റൽ ഫീസൊക്കെ കൂടി നല്ല പൈസ ചെലവായിട്ടുണ്ടെങ്കിലും അച്ഛൻ അങ്ങനെ വേണ്ടാന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് ഇവിടുന്ന് കിട്ടിയ ഒരു സപ്പോർട്ട് എന്ന് വെച്ചാല് നല്ല കുറെ ഫ്രണ്ട്സിനെ കിട്ടി. അപ്പം നമുക്കത് മെന്റലി നമ്മളെ ഭയങ്കരമായിട്ട് ഓക്കെ ആക്കും. അപ്പം അതൊരു നല്ലൊരു ഇതായിരുന്നു. പിന്നെ പാരന്റ്സിനെ പറ്റി പറയാണെങ്കില് അവരും ഇപ്പം എന്റെ അച്ഛൻ കൃഷി ചെയ്യുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഭയങ്കര സാമ്പത്തികമായിട്ട് ഉള്ള ഒരു ഫാമിലിന്നൊന്നും അല്ല. എന്നാലും അച്ഛന്റേതായ ഇത് അച്ഛൻ ചെയ്യുമായിരുന്നു. ഇപ്പം ഞാനൊരു 1000 രൂപ ചോദിച്ചാൽ തന്നെ അച്ഛൻ ചിലപ്പോ അതിലും കൂടുതൽ അയച്ചു തരുമായിരുന്നു. ഇങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത് എന്ന് വെച്ചിട്ട്. അങ്ങനെ അപ്പം അങ്ങനത്തെ ഇപ്പം ഫ്രണ്ട്സ് ആയാലും ജോലി കിട്ടിപ്പോയ ഫ്രണ്ട്സ് ആയാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇപ്പം ഇടയ്ക്ക് പൈസ അയച്ചു തരും. എന്തെങ്കിലും ചെയ്തോ, വാങ്ങിക്കോ, ഫുഡ് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ എല്ലാ തരത്തിലും ഒരു പോസിറ്റീവ് എൻവയോൺമെന്റ് ആയിരുന്നു. ഇപ്പൊ ടീംമേറ്റ്സിൽ വന്നിട്ട് തന്നെയാണെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ മുന്നേ ഉണ്ടായ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കില് ഇപ്പൊ ഞാൻ പോകുമ്പം എനിക്ക് എന്റെ ഒരു കംഫർട്ട് സോൺ അല്ലെങ്കിൽ ഒരു കംഫർട്ട് സ്ഥലം കിട്ടിയില്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഇന്ന് പഠിക്കണ്ടെന്ന് ഞാൻ വിചാരിക്കും. പക്ഷെ ഇവിടെ വന്ന സമയത്താണെങ്കിൽ ഇപ്പൊ ലൈബ്രറി പോവുകയാണെങ്കിൽ എല്ലാവരും പഠിക്കുന്നുണ്ടാവും. ഈവൻ സ്ഥലം കിട്ടിയില്ലെങ്കിൽ പോലും ഫോണിൽ പഠിക്കുന്നുണ്ടാവും, ബുക്കിൽ പഠിക്കുന്നുണ്ടാവും. എങ്ങനെയൊക്കെയോ എല്ലാവരും എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് അതായത് കംഫർട്ട് സോൺ നോക്കിയിട്ട് കാര്യമില്ല. എവിടെയെങ്കിലും ഇരുന്നിട്ട് പഠിച്ചേ പറ്റൂ എന്നുള്ളൊരു സാധനം വന്നേ. അപ്പൊ ഞാൻ മുന്നേ മറ്റേ ഇൻസ്റ്റിറ്റ്യൂട്ടിലാകുമ്പം ഞാൻ 6 മണിക്ക് 7 മണിക്കൊക്കെ പോയ ഒരു സമയമുണ്ട്. രാത്രി 10 മണിയാകുമ്പോൾ തിരിച്ചു വന്നൊരു സമയമുണ്ട്. പക്ഷെ ഇവിടെ വന്ന സമയത്ത് ഞാൻ കുറേ നേരം ഇരുന്നോണ്ടല്ല കാര്യം. ഇരിക്കുന്ന സമയത്ത് നല്ല വൃത്തിക്ക് ഇരുന്ന് പഠിക്കുന്ന കാര്യം എന്ന് എനിക്ക് മനസ്സിലായി. ചില സമയത്ത് ഞാൻ ഇവിടെ 10 മണിക്കൊക്കെ വന്ന സമയമുണ്ട്. അപ്പം വരും ചിലപ്പോൾ ലാബ് ഫില്ലായിരിക്കും. കുറച്ചു നേരം പുറത്തൊക്കെ നിന്ന് ആരെങ്കിലും ഇറങ്ങുമ്പോൾ ലാബിൽ സീറ്റ് കിട്ടും. എന്റേതായ കുറച്ച് കാര്യങ്ങൾ ചെയ്യും. മേ ബി ഉച്ചയ്ക്ക് പോയി ഞാൻ കിടന്നുറങ്ങും. എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നല്ല. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ നമുക്ക് സ്ട്രെസ് കൊടുക്കാണ്ട് ചെയ്യുമ്പം കുറച്ചും കൂടെ നല്ലതായിരുന്നു. അപ്പൊ വൈകുന്നേരം ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചായ കുടിക്കാൻ പോകും. ഈവൻ സിനിമക്ക് പോകും. അങ്ങനെ എല്ലാ എന്റർടൈൻമെന്റും മാറ്റി വെച്ചിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ പഠിച്ചിട്ടുണ്ട്. വിന്നിംഗ് മൊമെന്റിനെ പറ്റി പറയുകയാണെങ്കില് ഇതിപ്പം ഞാൻ പൊതുവേ ഇങ്ങനെ കുറച്ച് ടെൻഷൻ കുറവുള്ള ഒരു ടൈപ്പ്. അതായത് ഇപ്പൊ എക്സാം റിസൾട്ട് വന്നു. എന്റെ ഫ്രണ്ട്സ് ആവുന്ന പോലെ ഞാൻ ഇങ്ങനെ അയ്യോ റിസൾട്ട് നോക്കുക, വിറക്കുക ആ ഒരു സാധനം എനിക്കില്ല. എന്താണെന്നറിയില്ല എനിക്കതില്ല. അപ്പം പ്രിലിംസ് എഴുതിയപ്പം ഈ RRBPയോടെ ആണെങ്കിൽ പ്രിലിംസ് എഴുതിയ സമയത്ത് എനിക്ക് 66 അറ്റംപ്റ്റാ ഉണ്ടായേ 80ല്. അപ്പൊ എനിക്ക് ഉറപ്പായിരുന്നു പ്രിലിംസ് കിട്ടുംന്ന്. അപ്പം റിസൾട്ട് വന്നപ്പളും എനിക്ക് 66 മാർക്ക് തന്നെയാ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല ഒന്നും തെറ്റിയിട്ടുമില്ല. 66 മാർക്ക്. പിന്നെ മെയിൻസിനാണെങ്കിലും ഞാൻ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ടീംമേറ്റ്സിന്റെ മോക്കാണ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പർച്ചേസ് ചെയ്ത ഒലി ബോർഡ് ആണെങ്കിൽ അതിൽ 10 മോക്ക് അവർ പ്രൊവൈഡ് ചെയ്യുക. 10 ഞാൻ ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലാണെങ്കിലും 1, 2 എണ്ണം ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ അത്യാവശ്യം മോക്ക് RRBPOക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പം എനിക്ക് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ മുമ്പേ പെർസെന്റേജിൽ നോക്കാറില്ലായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം RRBPയോട് ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാ മോക്കിനും എനിക്ക് 95, 97ന്റെ അടുത്ത് പെർസെന്റേജിൽ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് തന്നെ ഒരു മൈൻഡിൽ ഒരു കോൺഫിഡൻസ് വന്നായിരുന്നു. ഓക്കെ RRBPO കിട്ടുമായിരിക്കും. എന്നാലും അങ്ങനെ ഉറപ്പൊന്നും ഇല്ലെങ്കിലും കിട്ടുമായിരിക്കും എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം എക്സാമിന് പോയി എക്സാം എഴുതി. എഴുതി കഴിഞ്ഞപ്പോഴും എനിക്ക് എക്സാം നല്ലതായിരുന്നു. അതായത് ഇപ്പം നമ്മൾ ആദ്യം വരുന്ന റീസണിംഗ് ആണല്ലോ. അപ്പൊ റീസണിംഗ് എനിക്ക് അത്യാവശ്യം 29 അറ്റംപ്റ്റിനടുത്തുണ്ടായിരുന്നു. അപ്പം 1.25 മാർക്ക് വെച്ചിട്ടാ ഒരു ക്വസ്റ്റ്യന്. അപ്പം അത്യാവശ്യം ഒരു മാർക്ക് കിട്ടും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നത് ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിലും ഇംഗ്ലീഷ് ഞാൻ അത്ര നല്ലതല്ല. പക്ഷെ അത്യാവശ്യം ചെയ്തു. എന്തായാലും നെഗറ്റീവ് വരും എന്ന് എനിക്ക് അറിയായിരുന്നു. അപ്പൊ ഞാൻ അതിനൊരു മിനിമം മാർക്കേ കണ്ടിട്ടുള്ളൂ. പിന്നെ കമ്പ്യൂട്ടർ ആണെങ്കിലും ഞാൻ അരിഹിന്ദിന്റെ ആയാലും ടീമേറ്റ്സിന്റെ ആയാലും ഫോളോ ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ കറണ്ട് അഫയേഴ്സ് പറയുകയാണെങ്കിൽ ഇവിടെ SBIയുടെ സമയത്ത് ഇങ്ങനെ ഇവിടെ ഒരു ക്വിസ് കോമ്പറ്റീഷൻ പോലെ നടത്തിയായിരുന്നു. അപ്പൊ ഞാൻ പണ്ട് കോളേജസ് പഠിക്കുമ്പോൾ ഞാൻ ക്വിസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണോ അറിയില്ല എനിക്കത് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ടുണ്ട്. ഇവരെ ക്വിസ് നടത്തിയപ്പം ഒരു വാശിക്ക് വേണ്ടി പഠിക്കുമായിരുന്നു. മറ്റേ ടീം ജയിക്കരുത് നമ്മൾ ജയിക്കണം എന്നുള്ള ഒരു വാശിക്ക് വേണ്ടി പഠിക്കുമായിരുന്നു. അപ്പൊ അതിലത്തെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അപരിചിതിന്റെ പെയ്ഡ് ബൂസ്റ്റർ ഇപ്പം ജോലി കിട്ടിയ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും പർച്ചേസ് ചെയ്ത് തരുമായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഷെയർ ചെയ്തിട്ട് അത് പഠിക്കുമായിരുന്നു. അതിൽ നിന്നും കുറെ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ചെയ്തപ്പം RRBPOക്ക് കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും എനിക്ക് അത്യാവശ്യം അറിയുന്നതായിരുന്നു കുറെ. പിന്നെ കുറെ സ്റ്റാറ്റിക് ചോദിച്ചു. നമ്മൾ ഈ പണ്ട് 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പോലത്തെ അങ്ങനത്തെ കുറച്ച് ചോദിച്ചു. അപ്പൊ അതൊക്കെ ഓർമ്മയുണ്ടായിരുന്നു. അതൊക്കെ കിട്ടി. പിന്നെ കമ്പ്യൂട്ടർ കുറച്ച് ടഫായിരുന്നു. പക്ഷെ അത് ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും ടഫാന്ന് പറഞ്ഞപ്പം ഓക്കെ കുഴപ്പമില്ലാന്ന് തോന്നി. പിന്നെ ക്വാണ്ട് എനിക്ക് വിചാരിച്ചത്ര ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അതും എനിക്ക് തോന്നുന്നു ഞാൻ ഇറങ്ങിയപ്പോൾ ചോദിച്ചപ്പോൾ എല്ലാവരും ആ ഒരു റേഞ്ചിലേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ വന്നിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ റഫായിട്ട് മാർക്ക് കൂട്ടുമ്പോൾ ഒക്കെ അത്യാവശ്യം മാർക്ക് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഇന്റർവ്യൂലേക്ക് സെലക്ട് ആവും എന്നുള്ള ഒരു സാധനം എനിക്ക് വന്നായിരുന്നു. മുന്നേ ഇപ്പം പ്രിലിംസ് എഴുതിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ.
ഓക്കെ പ്രിലിംസ് കിട്ടുംന്ന് എനിക്ക് മനസ്സിലാവുമായിരുന്നു. മെയിൻസ് എഴുതിയാ എനിക്ക് മനസ്സിലാവാറേ ഇല്ല. പക്ഷേ ഇപ്രാവശ്യം ആർആർബി പിഒ എഴുതിയപ്പോ എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് ഇന്റർവ്യൂലേക്ക് എന്തായാലും ഇന്റർവ്യൂ കിട്ടുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇന്റർവ്യൂലേക്ക് കിട്ടുംന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് ഇന്റർവ്യൂവിന്റെ അല്ല ഇതിന്റെ ആർആർബി പിഒന്റെ റിസൾട്ട് വന്നപ്പം ഭയങ്കര സന്തോഷം തോന്നി. പ്രതീക്ഷിച്ചെങ്കിലും നമ്മളൊരു കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞിട്ട് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുമല്ലോ. അപ്പൊ ഭയങ്കര സന്തോഷമായി. ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു. പക്ഷേ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ കൂടെയുള്ള ഫ്രണ്ട്സിന് കുറെ ആൾക്ക് ഉണ്ടാവും, കുറെ ആൾക്കില്ല. അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാ. ഇപ്പം നമുക്ക് നമ്മുടെ കാര്യം മാത്രമല്ല, ഒന്നിച്ച് നിൽക്കുമ്പോൾ നമ്മൾ എല്ലാവരും രക്ഷപ്പെടണമെന്നേ വിചാരിക്കും. അപ്പം ചിലർ പെട്ടെന്ന് ഡള്ളാവും. അപ്പൊ അത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. അപ്പോൾ ടീംമേറ്റ്സ് ഇന്റർവ്യൂ കോച്ചിങ് തന്നായിരുന്നു. അത് ഞാൻ അറ്റൻഡ് ചെയ്തു. നല്ലതായിരുന്നു. ഇപ്പൊ പാനൽ ആയാലും നല്ലതായിരുന്നു. ഈവൻ എന്റെ 360 നല്ലതായിരുന്നു. അപ്പൊ 360 കഴിഞ്ഞപ്പം ഷായി സാറായാലും അജിത് സാറായാലും പറഞ്ഞു നന്നായി ചെയ്തു അങ്ങനെ. അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി. പിന്നെ ആർആർബി ആയതുകൊണ്ട് യൂണിയൻകാരുടെ കുറെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എല്ലായിടത്തും പോയി അറ്റൻഡ് ചെയ്തു. പേടിയുണ്ടായിരുന്നു. പക്ഷെ ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് എല്ലായിടത്തും പോയി അറ്റൻഡ് ചെയ്തു. അങ്ങനെ. പിന്നെ ഇന്റർവ്യൂവിനാണെങ്കിലും പക്ഷെ ഇന്റർവ്യൂവിന്റെ കോൾ ലെറ്റർ വന്നപ്പോ ഞാനൊന്ന് ഞെട്ടി. എന്താ വെച്ചാ എനിക്ക് 31-നായിരുന്നു ഇന്റർവ്യൂ. എന്റെ ഫ്രണ്ട്സിനൊക്കെ നോക്കുമ്പോ 4, 5 ഒക്കെ. അപ്പൊ എനിക്ക് മാത്രം നേരത്തെ. അപ്പൊ എനിക്ക് കുറച്ചൊരു ടെൻഷൻ വന്നു. ഇനിയിപ്പം എന്റേത് മാത്രം നേരത്തെ ആയിട്ട് 31-ന് അതുമാണ് 1-ാം തീയതി ക്ലർക്കിന്റെ മെയിൻസും ആണ്. അപ്പം 31-ന് മലപ്പുറത്ത് നിന്ന് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് 1-ന് ആലുവയ്ക്ക് പോയിട്ട് മെയിൻസ് എഴുതണം. അപ്പം രണ്ടും കൂടി മെയിൻസിന് പഠിക്കാനും പറ്റുന്നില്ല, ഇന്റർവ്യൂ പഠിക്കുകയും വേണം. ബാങ്കിങ് അവയർനെസ്സിനെ കുറിച്ച് വലിയ ധാരണയും ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഇന്റർവ്യൂവിന് പോയി. അങ്ങനെ കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴും നല്ല ഫ്രണ്ട്ലി പാനലായിരുന്നു. ഇങ്ങനെ മലയാളത്തിൽ തന്നെയാ ചോദിച്ചേ. എന്തൊക്കെയോ ചോദിച്ചു. നമ്മളെ കളിയാക്കുന്ന പോലെ അവരും ഉത്തരം പറഞ്ഞു. ഞാനും പറഞ്ഞു. ബാങ്കിങ് ടേംസ് കുറച്ച് ചോദിച്ചു. പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ചു. പിന്നെ എന്റെ ഫ്രണ്ട്സ് ഉണ്ട് മുന്നേ കയറിയവർ. അപ്പൊ അവര് പറഞ്ഞായിരുന്നു നമ്മൾ ബെസ്റ്റ് ഇൻട്രൊഡക്ഷൻ കൊടുത്താല് അവര് നമ്മളെ ഇൻട്രൊഡക്ഷൻ മാത്രമേ ഇങ്ങോട്ട് ചോദിക്കൂ. അപ്പം അവരെന്നെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അരവിന്ദ്, വർഷിത്ത് എന്ന് പറഞ്ഞിട്ട് കുറെ ഫ്രണ്ട്സ് ഉണ്ട് മുന്നേ കയറിയവർ. അപ്പൊ അവരാണ് എന്റെ ഇൻട്രൊഡക്ഷൻ സെറ്റ് ആക്കി തന്നത്. ഇങ്ങനെ പറഞ്ഞാൽ മതി, അങ്ങനെ പറഞ്ഞാൽ മതി, അതിൽ നിന്ന് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ്. ഇൻട്രൊഡക്ഷനിൽ ഞാൻ ക്വിസ് ചാമ്പ്യൻ ആയിരുന്നു കോളേജിൽ നിന്നുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് എനിക്ക് തോന്നുന്നു ആ പോയിന്റ് നല്ല സ്ട്രൈക്കായി. അവർ എന്നോട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. എനിക്ക് 17 പോയിന്റ് സംതിങ് മാർക്കാണ് 20-ൽ ഇന്റർവ്യൂവിന് കിട്ടിയത്. ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞാൻ ഹാപ്പി ആയിരുന്നു. ഓക്കെ നല്ല മാർക്ക് കിട്ടും എന്ന് എനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ ഇങ്ങനെ ഫൈനല് സെലക്ട് ആവുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ലായിരുന്നു. എന്താ വെച്ചാൽ റിട്ടൺ മാർക്കിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഇത് വന്നു. റിസൾട്ട് വന്നപ്പം റിട്ടൺ മാർക്ക് എനിക്ക് 73.38 ആയിരുന്നു കട്ട് ഓഫ്. എനിക്ക് 94.06 മാർക്ക് കിട്ടി. അപ്പം കിട്ടിയപ്പോൾ ഞാൻ ഹാപ്പി ആയി. എന്താ വെച്ചാൽ ഞാനൊരു 85 പ്രതീക്ഷിച്ചുള്ളൂ. അപ്പൊ 94 കിട്ടിയപ്പോൾ ഞാൻ ഹാപ്പി ആയി. പക്ഷേ അപ്പൊ എന്നോട് എല്ലാരും പറഞ്ഞു, എന്റെ ചുറ്റുമുള്ള ഫ്രണ്ട്സും എല്ലാരും പറഞ്ഞു ഇതെന്തായാലും കിട്ടും. 20 പോയിന്റ് സംതിങ്ങിന്റെ ലീഡ് ഉണ്ടല്ലോ, കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അപ്പൊ ഓർമ്മ വന്നത് കഴിഞ്ഞ വർഷം 20 പോയിന്റ് സംതിങ്ങിന്റെ മാർക്കിനാണ് എനിക്ക് കുറവുണ്ടായത് കട്ട് ഓഫും തമ്മിൽ. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് കിട്ടിയ ജോലിയിൽ 20 പോയിന്റ് സംതിങ്ങിന്റെ തന്നെ മാർക്കിൽ എനിക്ക് ലീഡ് വന്നു. അപ്പൊ ഞാൻ അത്രയും മുമ്പോട്ട് പോയി എന്നുള്ളൊരു സാധനം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ജോലി കിട്ടുമെന്ന് അതായത് ഇപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് ഉറപ്പിച്ച് കിട്ടുന്ന മനസ്സിൽ വിചാരിച്ച് ലാസ്റ്റ് കിട്ടിയില്ലെങ്കിൽ അത് ഭയങ്കര സങ്കടമാവും. അപ്പൊ ഞാനത് അങ്ങനെ ഭയങ്കരമായിട്ട് മനസ്സിലേക്ക് എടുത്തില്ല. എന്നാലും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കിട്ടുംന്ന്. പിന്നെ ഇന്നലെ ഫൈനൽ റിസൾട്ട് വന്നപ്പം ഞാൻ നോക്കി അപ്പം എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അങ്കിത. അവളെനിക്ക് ആ സമയത്ത് മെസ്സേജ് അയച്ചേ. അപ്പം അവളെന്നോട് ചോദിച്ചു, നോക്കി ചോദിച്ചു. അപ്പൊ ഞാനിത് നോക്കി. അപ്പൊ ഇവരിങ്ങനെ ഗ്ലാഡ് ടു ഇൻഫോം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ എഴുതി കാണിക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല കിട്ടിയെന്നാണോ ഇല്ലാന്നാണോ. അപ്പൊ ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തു. ഇതെന്താ പറയുന്നേ ചോദിച്ചിട്ട്. അപ്പൊ അവള് പറഞ്ഞു കിട്ടിയെന്നാ പറയുന്നേന്ന് പറഞ്ഞു. പിന്നെ ഭയങ്കര സന്തോഷായിരുന്നു. പക്ഷെ ഇങ്ങനെ കരഞ്ഞൊന്നുമില്ല. എന്നാലും ഭയങ്കര സന്തോഷായിരുന്നു. ഫ്രണ്ട്സിനെ വിളിച്ചു, അച്ഛനെയും അമ്മേനെയൊക്കെ വിളിച്ചു. എല്ലാരും ഭയങ്കര ഹാപ്പിയായി. അമ്മക്ക് ഭയങ്കര വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ശരിക്കും ഉള്ളതാണോ പറ്റിക്കാണോ അങ്ങനെ ഇങ്ങനെ ഞാൻ എല്ലാരോടും പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഇങ്ങനെ ഇവിടുത്തെ ടീച്ചേഴ്സിനൊക്കെ വിളിച്ചു. അങ്ങനെ കുറച്ച് വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ വിളിച്ചു പറഞ്ഞു. ഇപ്പം എന്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പൊ ചോദിക്കാറുണ്ട് ഇങ്ങനെ ഇപ്പം നല്ലൊരു ബാങ്കിങ് കോച്ചിങ് സെന്റർ ഏതാന്ന് ചോദിച്ചാല് ഞാനിപ്പോ എന്തായാലും ടീംമേറ്റ്സ് സജസ്റ്റ് ചെയ്യും. എന്താ വെച്ചാൽ ഇപ്പം എനിക്കൊരു 2 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബാങ്ക് കോച്ചിങ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പം എനിക്ക് എന്തോ ഏറ്റവും ബെറ്റർ ആയിട്ട് ഇത് തന്നെയാ തോന്നുന്നത്. ഇവിടെ വന്നാല് ഇപ്പം ഞാനൊരു 2022 ഒക്ടോബറിൽ തുടങ്ങിയ ഒരാളാണ്. പക്ഷെ ഞാൻ എന്റെ ജേർണി ഇത്രയും ഇയേഴ്സ് എടുത്തു. പക്ഷെ എനിക്കിപ്പോ തോന്നുന്നുണ്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെയാ ചേർന്നെങ്കില് എനിക്ക് ഇത്ര ഇയേഴ്സ് വേണ്ടി വരില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഞാനൊരു ഒരു കൊല്ലോ മാക്സിമം ഒരു 1.5 കൊല്ലേ ആയിട്ടുണ്ടാവും. അപ്പോഴത്തേക്ക് എനിക്ക് കേറാൻ പറ്റി. അപ്പൊ ഞാൻ ആ ഒരു സമയത്ത് ഇവിടെയാ വന്നെങ്കിൽ എന്തായാലും എനിക്ക് ഇത്ര ടൈം എടുക്കൂലായിരുന്നു. അപ്പം ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്തായാലും പറയാറുണ്ട് ടീമേറ്റ്സിൽ ചേരുന്നതാണ് നല്ലത്. അവരിങ്ങനെ
ഇപ്പൊ ടീച്ചേഴ്സൊക്കെ ആയാലും ഭയങ്കര പേഴ്സണലി നമ്മളെ ശ്രദ്ധിക്കും. ഇങ്ങനെ നമ്മളെ വിളിച്ച് ചോദിക്കും. ഇപ്പം ഷാഹിദ് സാറൊക്കെ ആണെങ്കിൽ ഇപ്പം മാർക്കൊക്കെ കുറഞ്ഞൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്. ഒരിക്കൽ എന്തോ പ്രിലിംസിനെങ്ങാനും എനിക്ക് 16 തെറ്റ് വന്നു പ്രിലിംസിന്. അപ്പൊ സാറുണ്ട് അന്ന് വിളിക്കുന്നത്. അന്ന് സാറിന്റെ നമ്പർ എന്റെയിൽ സേവ് അല്ല. അപ്പൊ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, "16 തെറ്റോ പ്രിലിംസിന്? നീ എന്തിനാ പഠിക്കുന്നേന്നൊക്കെ" പറഞ്ഞിട്ട് ഇങ്ങനെ വഴക്ക് പറഞ്ഞു. അപ്പം എനിക്ക് പേഴ്സണലി അത് ഇഷ്ടാ. നമ്മളിങ്ങനെ ശ്രദ്ധിക്കുക. അതായത് നമുക്കൊരു പാരന്റ് ഫീൽ തോന്നുമല്ലോ. ഇവര് ഇങ്ങനെ വിളിച്ചിട്ട് ചോദിക്കും, "ഇത്ര മാർക്കേ ഉള്ളൂ. ഇതെന്താ ഇങ്ങനെ?" ഇവൻ ഇപ്പൊ നല്ല മാർക്ക് കിട്ടിയാൽ അഭിനന്ദിക്കുകയും ചെയ്യും. അങ്ങനെ ഇപ്പം റിസൾട്ട് വന്നപ്പം ഷാഹിദ് സാർ എന്നോട് സ്കോർ കാർഡ് ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ അയച്ചു കൊടുത്തപ്പോൾ സാർ എന്നോട് ഗുഡ്, നല്ല മാർക്കാന്നുള്ള രീതിയിൽ സംസാരിച്ചു. അങ്ങനെ. അപ്പം ഇവിടുന്ന് എപ്പളും ഒരു പേഴ്സണൽ അറ്റൻഷൻ കിട്ടാറുണ്ട്. അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പം ഏത് കോച്ചിങ് സെന്ററാ സെലക്ട് ചെയ്യേണ്ടേന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഞാൻ എന്തായാലും ടീമേറ്റേ സജസ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പം ഞാൻ ബാങ്ക് കോച്ചിങ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുറെ ആൾക്കാര് പറഞ്ഞായിരുന്നു, ബാങ്ക് എടുക്കണോ? ഭയങ്കര ഹെക്ടിക് ആയ ജോലിയാണ്. ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്. ലൈഫ് ഉണ്ടാവൂലാന്ന്. അപ്പൊ എനിക്കറിയില്ല. ഞാൻ ആ സമയത്ത് അതൊന്നും മനസ്സിലേക്ക് എടുത്തില്ല. എനിക്കൊരു ജോലി വേണം എന്നുള്ള ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ ബാങ്ക് കോച്ചിങ് എടുക്കാൻ തീരുമാനിച്ചു. ബാങ്ക് കോച്ചിങ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഇപ്പം പറയുമ്പോ എല്ലാരും പറയും ഭയങ്കര കേറിയവരാണെങ്കിലും സ്ട്രെസ്ഫുൾ ആണെന്ന് പറയാം. അതിപ്പോ എനിക്ക് തോന്നുന്നു എല്ലാ ജോലിക്കും അതിന്റേതായ സ്ട്രെസ് ഉണ്ടാവുമായിരിക്കും. മേ ബി ബാങ്ക് കുറച്ച് ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയോണ്ടും പൈസ കൊണ്ടുള്ള ഇതായോണ്ടും കുറച്ച് സ്ട്രെസ് കൂടുതലായിരിക്കും. പക്ഷെ പക്ഷെ എനിക്കിപ്പം അത് അങ്ങനെ ഇപ്പൊ എനിക്കതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നില്ല. ഈവൻ ഞാൻ മറ്റേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഗ്രാമീൺ ബാങ്കാ കുറച്ചും കൂടെ സുഖം. വലിയ പണിയൊന്നും ഇല്ല. എസ്ബിഐനൊക്കെ വെച്ച് നോക്കുമ്പം കുറച്ചും കൂടെ സുഖം ഗ്രാമീൺ ബാങ്കാന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്റെ മനസ്സിലുണ്ടായിരുന്നു ഓക്കെ എനിക്ക് ആർആർബിപിഒ തന്നെ മതി, ആർആർബിപിഒ തന്നെ മതി. പക്ഷെ ഇവിടെ വന്നപ്പോ എന്റെ ആ തോട്ട് സത്യം പറഞ്ഞാൽ മാറി. ഏഹ് ഇവിടെ വന്നപ്പോ ഇവരോടൊക്കെ സംസാരിച്ചപ്പം പണ്ട് എനിക്കിങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. എസ്ബിഐ പിഒ വേണ്ട, ഭയങ്കര പണിയുള്ള ജോലിയായിരിക്കും. വേണ്ട ഭയങ്കര സ്ട്രെസ് ആയിരിക്കും എന്നൊക്കെ. പക്ഷെ ഇവിടെ വന്നപ്പം ഇവിടുത്തെ കുട്ടികളായാലും സാറന്മാരായാലും ഇങ്ങനെ പ്രോഗ്രസീവാ. അതായത് ഇപ്പം ഏഹ് നമ്മളിപ്പം കെജിബിയിൽ അല്ലെങ്കിൽ ഗ്രാമീൺ ബാങ്കിൽ കേറി റിട്ടയർഡ് ചെയ്യുമ്പോൾ നമ്മൾ ഗ്രാമീൺ ബാങ്കിലാവരുത്. നമ്മളിങ്ങനെ കുറേ ഇങ്ങനെ എക്സാംസ് എഴുതി, അത് എഴുതി, ഇത് എഴുതി അങ്ങനെ പോണം എന്നുള്ളത്. അപ്പൊ ഇവിടെ വന്നപ്പം ഇപ്പൊ കുട്ടികളായാലും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മുന്നേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിൽക്കുന്ന സമയത്ത് മേ ബി എസ്ബിഐ പിഒയും ആർആർബി പിഒയും ഐപിഎസ് പിഒയും കിട്ടിയ ആൾക്കാർ ആർആർബി പിഒ ചൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് സമാധാനത്തിന് വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ അത് കണ്ടിട്ടേ ഇല്ല. എസ്ബിഐ പിഒ കിട്ടിയ ഒരാള് മേ ബി അവർ ആർആർബി പിഒ അറ്റൻഡ് പോലും ചെയ്യൂല, പോകുന്നില്ല, എസ്ബിഐ പിഒ മതി, സ്ട്രെസ് ആണെങ്കിലും കരിയർ ഗ്രോത്താ വേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയാ വേണ്ടേ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഇവിടുന്ന് ഇപ്പം അനൂപ് സാറോട് സംസാരിച്ചപ്പോ തന്നെ സാറ് പറഞ്ഞു, നിങ്ങൾക്ക് തോന്നി ഇപ്പൊ സ്ട്രെസ് ആണ്, അതാണ് ഗ്രാമീൺ ബാങ്ക് സുഖാന്നൊക്കെ. പക്ഷെ ഇപ്പൊ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ബാങ്കിന്റെ ഗ്രോത്തും ഇതിന്റെ ഗ്രോത്തും കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും മറ്റേത് കുറച്ചും കൂടെ ബെറ്റർ ആണ്. ഇത് മോശാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അപ്പം സ്ട്രെസ് എന്ന് വെച്ചിട്ട് അങ്ങനെ കാര്യമൊന്നുമില്ല. നമ്മൾ കരിയർ ഗ്രോത്ത് ഏതാണോ അത് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. മാത്സ് കഴിഞ്ഞപ്പം ഒന്നുകില് ബിഎഡ് എടുക്കാം, അല്ലെങ്കില് മറ്റേ നെറ്റ് ഇതൊക്കെ പോയി പിഎച്ച്‌ഡി പോവാന്ന് ഇതായിരുന്നു. പക്ഷെ എനിക്ക് മാത്സ് മടുത്തായിരുന്നു. അപ്പൊ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല തീരുമാനിച്ചു. അപ്പഴാ ഞാൻ ബാങ്ക് കോച്ചിങ് എടുക്കാൻ തീരുമാനിച്ചേ. മേ ബി ആയിട്ടില്ലെങ്കിൽ ഞാൻ കുറച്ച് കഥയും കവിതയൊക്കെ എഴുതും. ചിലപ്പോ ഒരു ബുക്കൊക്കെ പബ്ലിഷ് ചെയ്തിരുന്നേനെ. അപ്പം ബാങ്കിങ് ജോലി ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഈ സ്ട്രെസ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊന്നും ആലോചിക്കാത്തയാ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നല്ലൊരു സാലറി സ്കെയിൽ ഉണ്ട്. നല്ലൊരു ലൈഫ് കിട്ടും. അതാലോചിച്ചിട്ട് ബാങ്കിങ് സെക്ടർ ചൂസ് ചെയ്യുന്നതന്നെ നല്ലത്. ഈവൻ എസ്എസ്സി ആയാലും രണ്ടായാലും. അപ്പം ഇപ്പം ഇത് ചൂസ് ചെയ്യുന്നുണ്ടെങ്കില് നന്നായി പഠിക്കുക. എന്തായാലും എനിക്ക് തോന്നുന്നു ടീമേറ്റ്സിൽ വന്നാൽ നിങ്ങൾക്ക് 1 കൊല്ലം കൊണ്ട് തന്നെ ഇത് ക്ലിയർ ചെയ്യാൻ പറ്റുംന്ന് തോന്നുന്നു മാക്സിമം. ഇപ്പം നിങ്ങളിപ്പം 1 കൊല്ലം കൊണ്ട് പറ്റിയില്ല, 2ഓ 3ഓ എടുത്താലും വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇപ്പം ബാങ്ക് എക്സാം എഴുതാൻ ഒരു ഏജ് ലിമിറ്റ് ഉണ്ട്. അതുവരെ നമുക്ക് എഴുതാം, നമുക്ക് പറ്റുവാണെങ്കില്. അപ്പം എല്ലാരും നന്നായി പഠിച്ചാൽ വേഗം കിട്ടും. താങ്ക് യു.